ഷൂട്ടിംഗ് റേഞ്ചുകളിൽ നിന്നും ഭാരതത്തിന്റെ അഭിമാന താരങ്ങളാകാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പുതിയ തലമുറ. സംസ്ഥാനമെമ്പാടുമായി 10,000-കണക്കിന് കുട്ടികളാണ് ഷൂട്ടിംഗ് പരിശീലനത്തിൽ ഏർപ്പെടുന്നത്. രക്തത്തിന് ചൂടേറുന്ന അതിലേറെ ഉത്തരവാദിത്വമുള്ള കായിക ഇനത്തിന്റെ പുതിയ സാധ്യതകൾ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ആകർഷകമാകുന്നത്. രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, അഭിനവ് ബിന്ദ്ര തുടങ്ങിയ ഷൂട്ടിംഗ് ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് ഉയരാൻ കൊതിക്കുന്ന പുതിയ തലമുറയുടെ ഇഷ്ടപ്പെട്ട കായിക വിനോദവും ഇടവുമായി മാറുകയാണ് സംസ്ഥാനത്തെ റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചുകൾ. ഒളിമ്പിക്സ് അടക്കം അഭിമാന വേദികൾ കാത്തിരിക്കുമ്പോൾ കുറവുകളേതുമില്ലാത്ത പരിശീലനവുമായി താരങ്ങളും സജീവമാവുകയാണ്. ലക്ഷ്യസ്ഥാനത്തെ വൃത്തങ്ങൾക്ക് നടുവിലെ കാളക്കണ്ണിൽ പെല്ലറ്റ് പതിപ്പിക്കാൻ അത്യധികം മനസാന്നിധ്യം ആവശ്യമാണ്. അതിനാൽ തന്നെ ശാരീരിക ശേഷിക്കപ്പുറം മനസ്സും മെയ്യും ഒന്നാകുന്ന ഏകാഗ്രതയും ഏകോപനവും ഉറപ്പിക്കുന്ന പരിശീലനം 10 വയസ്സ് മുതലെങ്കിലും തുടങ്ങുന്നതാണ് നല്ലത്. നമ്മുടെ ഇന്ത്യയിലെ നിയമം വെച്ച് 10 വയസ്സ് മുതൽ ഷൂട്ടിംഗ് പരിശീലിക്കാനായിട്ട് ആർക്കും സാധിക്കും. 10 വയസ്സ് തൊട്ടുള്ളപ്പോൾ 10 മീറ്റർ എയർ റൈഫിളോ എയർ പിസ്റ്റൽ വിഭാഗത്തിലോ ഇവർക്ക് പങ്കെടുക്കാനും മത്സരത്തിൽ പങ്കെടുക്കാനും പരിശീലിക്കാനൊക്കെ സാധ്യമാണ്. കേരളത്തിൽ പൊതുവേ ഒരു 12-14 വയസ്സിന് ശേഷമാണ് കുട്ടികൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരംഭിക്കാറുള്ളത്. പക്ഷേ 10 വയസ്സ് തൊട്ട് കുട്ടികൾ ഇപ്പോൾ ചെറുതായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവലി കേരളത്തിലും ഷൂട്ടിംഗ് പയ്യെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട നിർജീവാവസ്ഥയിൽ നിന്ന് പുറത്തുവന്ന റൈഫിൾ അസോസിയേഷൻ 14 ജില്ലകളിലും റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചുകൾ സജീവമാക്കി കഴിഞ്ഞു. ജില്ലകൾ തോറും കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും നേതൃത്വം നൽകുന്ന അസോസിയേഷനുകൾ സുരക്ഷയുടെ കാര്യത്തിൽ കാട്ടുന്നത് കടുകിട വ്യത്യാസമില്ലാത്ത കണിശത. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ചെങ്കൽ സായികൃഷ്ണ സ്കൂളിലടക്കം 4 ഷൂട്ടിംഗ് റേഞ്ചുകളാണുള്ളത്. 2028 അമേരിക്കയിൽ മാലാഖമാരുടെ നഗരത്തിൽ റൈഫിളേന്തുന്ന ഇന്ത്യൻ സംഘത്തിൽ ഒരു പ്രതിനിധിയെ അയക്കുകയെന്നതാണ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. 12 വർഷമായി ഫംഗ്ഷൻ ചെയ്യാതെ കിടന്നൊരു അസോസിയേഷനെ 2020 ഇത് തിരിച്ച് റീവാമ്പ് ചെയ്യുകയും ഇപ്പോൾ ഏകദേശം 4ഓളം റേഞ്ചുകളുമായി അല്ലെങ്കിൽ ഷൂട്ടിംഗ് കോച്ചിങ് സെൻറ്റേഴ്സുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ 4 റേഞ്ചുകളാണ് നമുക്കുള്ളത്. വട്ടിയൂർക്കാവ് നാഷണൽ ഗെയിംസിന് വേണ്ടി സ്ഥാപിച്ച ഒരു നല്ല ഷൂട്ടിംഗ് റേഞ്ച് അടക്കം സരസ്വതി വിദ്യാലയ, ചെങ്കൽ പബ്ലിക് സ്കൂൾ, ദെൻ ലക്ഷ്യ എന്ന് പറഞ്ഞ് മലയങ്കീഴ്, അങ്ങനെ 4ഓളം റേഞ്ചുകളാണ് ഇവിടെ ഉള്ളത്, ട്രിവാൻഡ്രത്തുള്ളത്. കുട്ടികളെ മാക്സിമം കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിച്ച് ഒരു ഒളിമ്പിക്സിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ റൈഫിൾ അസോസിയേഷൻ്റെ ഒരു ലക്ഷ്യം. അതിനായാണ് ഞങ്ങളെല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള പുതിയ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പുതിയ വെപ്പൺസ് ഉപയോഗിച്ചുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അത് ഈ 4 സെൻറ്റേഴ്സിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. 2028 ഉള്ള ഒളിമ്പിക്സിൽ തിരുവനന്തപുരത്ത് നിന്നൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം എന്നുള്ളൊരു ടാർഗറ്റിലാണ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലത്ത് ഷൂട്ടിംഗ് പരിശീലനം നടത്തിയതിന്റെ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം ചെങ്കൽ സായികൃഷ്ണ സ്കൂളിന്റെ ഉടമയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ചെങ്കൽ രാജശേഖരൻ. ഞാനൊരു ഷൂട്ടറാണ്. ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും എൻ്റെ 2 സൈഡിലും റിവോൾവറും പിസ്റ്റോളും വെച്ചിട്ടൊക്കെ ആയിരുന്നു ഞാനൊക്കെ. അന്ന് അധോലോകത്തിൻ്റെ ഒക്കെ കാലത്താണ് ഞാൻ ബോംബെയിൽ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സേഫ്റ്റിക്കപ്പുറം വേറെ ആൾക്കാരെ എന്തെങ്കിലും സംരക്ഷിക്കുന്ന അന്നത്തെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കുട്ടിക്ക് ഒരു സ്പോർട്സ്, ഒരു ആർട്ട്, അഗ്രികൾച്ചർ ഇത് കമ്പൾസറിയാണ് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക്. ഇപ്പം നമ്മളതിലൊരു സ്പോർട്സ് അറിയാറുണ്ട്. നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ ആ സ്പോർട്സിലോ പിന്നെ ഒരു ആർട്ടായിരുമ്പോൾ ഏതായാലും മ്യൂസിക് ആയാലും പാടുന്നതായാലും നമ്മൾ അതിന് വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ചെയ്യും. ഒക്ടോബർ 18 മുതൽ ഡൽഹിയിൽ നടക്കുന്ന ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ലോകത്തെ ഏറ്റവും മികച്ച 12 താരങ്ങളാണ് അണിനിരക്കുന്നത്. അതിൽ 5 പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നത് ഷൂട്ടിംഗ് ഗെയിംസിൽ ഇന്ത്യയുടെ ഭാവി ശോഭനമാകുമെന്നതിന്റെ സൂചനയും നൽകുന്നു. ആ ഗണത്തിലേക്കാണ് നമ്മുടെ നാട്ടുകാരായ കൊച്ചുമിടുക്കർ വളർന്നു കയറുന്നത്. ജനം, തിരുവനന്തപുരം.